ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ എഫ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് ടൈപ്സ് ഓഫ് ESOP എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂൾ തീരും. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് ആൻഡ് ഇഷ്യൂ. ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അതിന് പ്രൈസ് ഫിക്സ് ചെയ്യുന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അതുപോലെ ബുക്ക് ബിൽറ്റ് ഇഷ്യൂ എന്താണെന്നുള്ളതും അതിൻ്റെ പ്രൊസീജിയറും ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് പേജ് നമ്പർ 67 പേജിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് on the basis of methods of determining price of an issue, the issue can be fixed price issue and book built issue. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ അല്ലെങ്കിൽ ബുക്ക് ബിൽറ്റ് ഇഷ്യൂ. ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫർദറായിട്ടൊന്നും പഠിക്കാനില്ല. ഇഷ്യൂവർ തന്നെ ഡിസൈഡ് ചെയ്യുവാണ് ഷെയറിൻ്റെ എത്ര പ്രൈസിനായിരിക്കണം ഷെയർ കൊടുക്കേണ്ടതെന്ന് ഇഷ്യൂവർ തന്നെ അല്ല കമ്പനി തന്നെ ഡിസൈഡ് ചെയ്യുന്നതിനാണ് ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ എന്ന് പറയുന്നത്. വെൻ ദി ഇഷ്യൂവർ ഡിസൈഡ്സ് ദ പ്രൈസ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ മെർക്കൻഡൈസ് ബൈങ്കർ ആൻഡ് മെൻഷൻ ഇറ്റ് ഇൻ ദ പ്രോസ്പെക്ടസ്, ഇറ്റ് ഈസ് നോൺ ആസ് ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ. അപ്പം ഇഷ്യൂവർ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട ബ്രോക്കറുമായിട്ട് ഡീൽ ചെയ്ത് കൺസൾട്ട് ചെയ്ത് ഒരു ഫിക്സഡ് പ്രൈസ് നിശ്ചയിക്കുകയും അത് നമ്മുടെ പ്രോസ്പെക്ടസിൽ കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ എന്നാണ് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ മെത്തേഡ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രൈസിങ് മെക്കാനിസം വെയർ ബൈ ന്യൂ സെക്യൂരിറ്റീസ് ആർ പ്രൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് അസസ്മെൻറ്റ് ഓഫ് മാർക്കറ്റ് ഡിമാൻഡ്. അപ്പം മാർക്കറ്റിലെ ഡിമാൻഡ് നോക്കിയതിന് ശേഷം മാത്രം സെക്യൂരിറ്റിക്ക് പ്രൈസ് നിശ്ചയിക്കുന്ന പ്രോസസ്സിനെയാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ഒരു പുതിയ സെക്യൂരിറ്റി മാർക്കറ്റിലോട്ട് ഇറക്കുമ്പോൾ അതിന് എത്രത്തോളം പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് ഡിമാൻഡ് ഉണ്ട് എന്ന് നോക്കിയതിന് ശേഷം മാത്രം അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. അതിനെയാണ് ബുക്ക് ബിൽഡിംഗ് മെക്കാനിസം അല്ലെങ്കിൽ ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ബുക്ക് ബിൽഡിൻ്റെ കൺസെപ്റ്റും അതുപോലെ അതിൻ്റെ ബുക്ക് റണ്ണേഴ്സ് എന്നൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ബുക്ക് ബിൽഡിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. മാർക്കറ്റ് ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. In simple terms, it is a mechanism by which the issue price is discovered on the basis of bids received from investors through syndicate members or brokers. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ചധികം ന്യൂ ടൈംസ് പഠിക്കുന്നുണ്ട്. സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എന്നൊക്കെ ആരാന്നുള്ളതൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഓരോ പ്രൈസ് കൊട്ടേഷൻ വന്നതിന് ശേഷം അത് നോക്കിയതിന് ശേഷം മാത്രം ഒരു ഫിക്സഡ് പ്രൈസ് നിശ്ചയിക്കുന്നു ബുക്ക് ബിൽഡിങ്ങിൽ വരുമ്പോൾ. ഇനിയൊരു വ്യത്യാസം വന്നിരിക്കുന്നത് ബുക്ക് ബിൽഡ് ഇഷ്യൂവും ഫിക്സഡ് പ്രൈസ് ഇഷ്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ഒരു 4 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് വായിച്ച് നോക്കി പഠിച്ചോണം. എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പോർഷനാണ് ഈ പറയുന്നത്. ഫിക്സഡ് പ്രൈസ് ഇഷ്യൂവും ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂവും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. പ്രൈസിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഫിക്സഡ് പ്രൈസിൽ നമുക്ക് നേരത്തെ തന്നെ അതിൻ്റെ പ്രൈസ് അറിയാനായിട്ട് പറ്റും. ഇൻവെസ്റ്റർക്ക് ഒരു ഷെയർ മേടിക്കുന്നതിന് മുന്നേ തന്നെ പ്രൈസ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അറിയാനായിട്ട് പറ്റും. പക്ഷേ ബുക്ക് ബിൽഡിങ്ങിനകത്ത് നമുക്ക് ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അഡ്വാൻസ് ആയിട്ട് എത്ര രൂപയാണെന്നൊന്നും അറിയത്തില്ല. ഒരു റേഞ്ച് മാത്രം, ഇത്ര തൊട്ട് ഇത്ര വരെ ഒരു റേഞ്ചിലാകാം പ്രൈസ് എന്ന് മാത്രമാണ് ആർക്കും നമ്മുടെ ഇൻവെസ്റ്റർക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പ്രൈസ് ഡിറ്റർമിനേഷൻ മെത്തേഡ്. എങ്ങനെയാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഫിക്സഡ് പ്രൈസ് മെത്തേഡിൽ കമ്പനി തന്നെ ഡിസൈഡ് ചെയ്യുന്നു, അത് പ്രോസ്പെക്ടസിൽ കാണിക്കുന്നു ഫിക്സഡ് പ്രൈസ്. എന്നാൽ ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂ വരുമ്പോഴും മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ചാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. മാർക്കറ്റിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് ആ ഷെയറിന് എന്നനുസരിച്ചാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ ഡിഫറൻസ് വന്നിരിക്കുന്നത് മാർക്കറ്റ് ഡിമാൻഡ്. ഇൻ ദ കേസ് ഓഫ് ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ ദ ഡിമാൻഡ് ഫോർ ദി ഇഷ്യൂ ഇസ് നോൺ ഓൺലി അറ്റ് ദ ക്ലോസ് ഓഫ് ദി ഇഷ്യൂ. അപ്പോൾ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് ഫിക്സഡ് പ്രൈസ് മെത്തേഡ് വരുമ്പം നമ്മുടെ ഷെയറിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്ന് നമുക്ക് ആ ഒരു ഇഷ്യൂ ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമാണ് അറിയാനായിട്ട് സാധിക്കും. കാരണം എത്ര ആപ്ലിക്കേഷൻ വന്നതെന്നൊക്കെ ലാസ്റ്റാണ് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂ വരുമ്പോൾ ആൾക്കാർ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് അതനുസരിച്ച് വേണം പ്രൈസ് ഫിക്സ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നു ഡിമാൻഡ് ക്യാൻ ബി നോൺ എവറി ഡേ ഓൺ ദ ബേസ് ഓഫ് ബിഡ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അപ്പം ഓരോ ദിവസവും പോലെ ആൾക്കാർക്ക് എത്രത്തോളം പ്രൈസ് കോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഡിമാൻഡ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ദെൻ ഫോർത്ത് വൺ പറഞ്ഞിരിക്കുന്നത് പ്രൈസ്. ദർ വിൽ ബി ഫിക്സഡ് പ്രൈസ് ഫോർ ദ സെക്യൂരിറ്റീസ് ഓഫേർഡ്. ഫിക്സഡ് പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത്. ബുക്ക് ബിൽഡിങ്ങിൽ വരുമ്പോഴോ പ്രൈസ് ബാൻഡ് മാത്രം എന്ന് പറഞ്ഞാൽ ഒരു ലോവർ ക്യാപ്പും അപ്പർ ക്യാപ്പും മാത്രമായിരിക്കും പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഇടയിലായിരിക്കും പ്രൈസ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫിക്സഡ് പ്രൈസിലും ബുക്ക് ബിൽഡിങ്ങിലും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു 4 പോയിൻ്റ് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിക്കോണം. എക്സാമിന് ചോദിക്കും എഴുതേണ്ടതാണ്. ഇനി എങ്ങനെയാണ് ബുക്ക് ബിൽഡിംഗ് കൺസെപ്റ്റ് എമേർജ് ചെയ്ത് വന്നെന്നുള്ള കാര്യമാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. എല്ലാം വായിച്ച് പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു മീനിങ് മാത്രം ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ.
അപ്പോൾ ഇവിടെ സെബിയുടെ ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ബുക്ക് ബിൽഡിംഗ് എന്താണെന്നുള്ളത് അതൊരു വലിയ ഡെഫിനിഷൻ തന്നെയാണ്. നിങ്ങളത് പഠിക്കത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ബിൽഡിങ്ങിൻ്റെ ആ പേജ് നമ്പർ 68 പറഞ്ഞിരിക്കുന്ന ആ ഒരു മീനിങ് കറക്റ്റായിട്ട് പഠിച്ചു പോവുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനേഷൻ പഠിച്ചാൽ മതി. അത് അല്പം വലിയൊരു ഡെഫിനേഷൻ ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ബുക്ക് ബിൽഡിങ്ങിന് എങ്ങനെയാണ് പ്രൈസ് നിശ്ചയിക്കുന്നുള്ളൊരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനത് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. ബുക്ക് ബിൽഡിങ്ങിൽ എങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു ഫ്ലോർ പ്രൈസും ക്യാപ് പ്രൈസും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഒരു 225-നും 245-നും ഇടയ്ക്കായിരിക്കും നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊരു ഫ്ലോർ പ്രൈസും ക്യാപ് പ്രൈസും. ഫ്ലോർ എന്ന് പറഞ്ഞാൽ താഴ്ന്ന പ്രൈസും ക്യാപ് എന്ന് പറഞ്ഞാൽ അപ്പർ പ്രൈസും പറയുന്നു. എന്നിട്ട് നമ്മൾ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബയേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഷെയർ ആപ്ലിക്കേഷൻ നമ്മൾ ക്ഷണിക്കുകയാണ്, ഓർഡർ ക്ഷണിക്കുകയാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഈ 225 തൊട്ട് 245 പ്രൈസ് പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് 245-ന് ആണ്, അല്ലെങ്കിൽ ഒരു ഹൈ ഡിമാൻഡിലാണ് ആൾക്കാർ പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഹൈയസ്റ്റ് നമ്മുടെ ഷെയറിനെ സംബന്ധിച്ച് ആൾക്കാർ കൂടുതലും കോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ഡിമാൻഡ് ഉണ്ടെന്ന് കാണുമ്പോൾ നമുക്കതിൻ്റെ അപ്പർ പ്രൈസ് ക്യാപ് പ്രൈസിൽ തന്നെ നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 245 രൂപയ്ക്ക് നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഒരു ക്യാപ് പ്രൈസും ഒരു ഫ്ലോർ പ്രൈസും പറഞ്ഞിരിക്കും. ഇത് ആൾക്കാരോട് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനോട് ഇതനുസരിച്ച് ഓർഡർ അവരുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് ചെയ്തിരിക്കുന്ന ഏത് പ്രൈസിനാണോ ആ പ്രൈസിൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് പോകുന്നത്. ഇനി അടുത്ത ബുക്ക് റണ്ണേഴ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. Book runners or book running lead managers and syndicate members are the two important intermediaries in the book building process. അപ്പോൾ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിന് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന 2 ഇമ്പോർട്ടൻറ്റ് വ്യക്തികളാണ് ബുക്ക് റണ്ണേഴ്സും അതുപോലെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എന്നും പറയുന്നത്. ബുക്ക് റണ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്യൂവർ കമ്പനി അപ്പോയിൻറ്റ് ചെയ്യുന്ന ലീഡ് മർച്ചൻ്റ് ബാങ്കർ ആരാണോ അവരെയാണ് ബുക്ക് റണ്ണേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഏത് ബാങ്കറെയാണോ ഒരു ഇഷ്യൂവർ കമ്പനി ഷെയറിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത് ആ ബാങ്കറെ ബുക്ക് റണ്ണേഴ്സ് എന്നും, അതിന് ശേഷം ഈ ബുക്ക് റണ്ണേഴ്സ് അല്ലെങ്കിൽ ഈ ബാങ്കുകൾ അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനാണ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ഓർഡർ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അണ്ടർ റൈറ്റേഴ്സായിട്ടും എൻ്റെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ബിഡ്സ് സ്വീകരിക്കുക എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സിൻ്റെ ഡ്യൂട്ടി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 ഇൻ്റർമീഡിയറ്റ്സ് ആണ് വന്നിരിക്കുന്നത്, ബുക്ക് റണ്ണേഴ്സും അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സും. ഇനി നമുക്ക് അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളതാണ്. നമുക്കൊരു 14 പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 14 പോയിൻ്റ് വായിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് വഴി എങ്ങനെയാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞിരിക്കുന്നത് ദ ഇഷ്യൂവർ ഹു ഈസ് പ്ലാനിങ് ആൻ ഓഫർ അപ്പോയിൻറ്റഡ് എ ലീഡ് മെർച്ചൻറ്റ് ബാങ്കേഴ്സ് ആൻഡ് ആസ് ബുക്ക് റണ്ണർ ഓർ ബുക്ക് റണ്ണിങ് ലീഡ് മാനേജർ. അപ്പോൾ ആദ്യം തന്നെ ഇഷ്യൂവർ, അതായത് കമ്പനി പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യാൻ ആരാണോ ഉദ്ദേശിക്കുന്നത് ആ ഇഷ്യൂവർ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ലീഡ് മർച്ചൻറ്റ് ബാങ്കറിൽ ബുക്ക് റണ്ണറായിട്ടോ അല്ലെങ്കിൽ ബുക്ക് റണ്ണിങ് ലീഡ് മാനേജറായിട്ടോ അപ്പോയിൻറ്റ് ചെയ്യുന്ന വഴിയാണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് ബുക്ക് റണ്ണർ പ്രിപ്പയർ ദ ഡ്രാഫ്റ്റ് റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് ആൻഡ് അതർ ഡോക്യുമെൻറ്റ് ടു ബി ഫയൽഡ് വിത്ത് സെബി ആൻഡ് ROC. അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ മർച്ചൻറ്റ് ബാങ്കർ, നമ്മൾ ബുക്ക് റണ്ണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഈ മർച്ചൻറ്റ് ബാങ്കർ ഒരു റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് എന്തെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ക്യാപ് പ്രൈസും ഫ്ലോർ പ്രൈസൊക്കെ വെച്ചിട്ട് ഇഷ്യൂ സൈസൊക്കെ വെച്ചിട്ട് ഒരു റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസിൻ്റെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിനും അതുപോലെ തന്നെ സെബിക്കും ഫയൽ ചെയ്യാനായിട്ടുള്ള ഒരു റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. തേർഡ് വൺ പറഞ്ഞിരിക്കുന്നത് ദ ഇഷ്യൂർ സ്പെസിഫൈസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഇഷ്യൂ സൈസ് ടു ബി ഇഷ്യൂഡ്, ദ പ്രൈസ് ബാൻഡ് ഫോർ ദ ബിഡ്സ് ആൻഡ് ദ മിനിമം ബിഡ് സൈസ് ഇൻ ദ RHP. അപ്പം RHPയിൽ റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസിൽ എത്രത്തോളം സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നു അതിൻ്റെ പ്രൈസ് ബാൻഡ്, അപ്പർ പ്രൈസും ലോവർ പ്രൈസും അതുപോലെ മിനിമം എത്ര രൂപയെങ്കിലും വെച്ചിട്ടാണ് അല്ലെങ്കിൽ എത്ര എണ്ണമാണ് ഷെയർ ആപ്ലിക്കേഷൻ തരേണ്ടതെന്നുള്ള കാര്യം ഉൾപ്പെടെയാണ് റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫോർത്ത് വൺ ദ ബുക്ക് റണ്ണർ സർക്കുലേറ്റ് ദ ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ് ഫയൽഡ് വിത്ത് സെബി ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇപ്പോൾ സെബിയിൽ ഫയൽ ചെയ്തതിന് ശേഷം ഈ റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് സെബിയിൽ ഫയൽ ചെയ്തതിന് ശേഷം മറ്റ് ഇൻവെസ്റ്റേഴ്സിലോട്ടും കൂടി ബുക്ക് റണ്ണർ
സർക്കുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊസ്പെക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്കിലോട്ട് ഈ RHP സെൻഡ് ചെയ്യുന്നു. ദ ഇഷ്യൂർ ഓൾസോ അപ്പോയിൻറ്റ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആൻഡ് SEBs ഫോർ ദ പർപ്പസ് ഓഫ് അക്സെപ്റ്റിംഗ് ബിഡ്സ്, ആപ്ലിക്കേഷൻ ആൻഡ് പ്ലേസിംഗ് ഓർഡർ വിത്ത് ഇഷ്യൂർ. അപ്പം സിൻഡിക്കേറ്റ് മെമ്പറിനെയും അതുപോലെ തന്നെ സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെയും SEBസിനെയും ഈ ഒരു ഓർഡർ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും ക്ലാസിഫൈ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഷെയർ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നു. The book build issue normally remains open for a period of 3 to 7 വർക്കിംഗ് ഡേയ്സ്. അപ്പം ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിനുണ്ട് അല്ലെങ്കിൽ എത്ര ദിവസത്തേനാണ് ബിഡ് സ്വീകരിക്കേണ്ടതെന്നുള്ളത് 3 to 7 വർക്കിംഗ് ഡേയ്സ് വരെ ഓപ്പൺ ആയിരിക്കും. ഇപ്പോൾ 3 to 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഷെയർ ആപ്ലിക്കേഷൻ ബിഡ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാവുന്നതാണ്. During the period when the issue is open to the public for bidding, the applicants may approach the stockbrokers of the stock exchanges through which the securities are offered under online system or self-certified syndicate banks, as the case may be, to place as an order for bidding for the securities. അപ്പോൾ ഇങ്ങനെ ഷെയർ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ടൈം ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ പബ്ലിക് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് വഴിയോ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയോ ഷെയറിന് ആപ്ലിക്കേഷൻ കൊടുക്കുകയും ഓൺലൈൻ സിസ്റ്റം വഴിയിട്ടോ അല്ലെങ്കിൽ സെൽഫ് സർട്ടിഫൈഡ് സിൻഡിക്കേറ്റ് ബാങ്ക്സ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ SEB വഴിയും ഷെയർ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്. ഇനി ദ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ഓർ ബ്രോക്കേഴ്സ് സെൽഫ് സർട്ടിഫൈഡ് സിൻഡിക്കേറ്റ് ബാങ്ക്സ് ഇൻപുട്ട് ദ ഓർഡേഴ്സ് ഇൻ ടു ആൻ ഇലക്ട്രോണിക് ബുക്ക്. ദിസ് പ്രോസസ് കോൾഡ് ബിഡിംഗ്. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസ് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസ് സിൻഡിക്കേറ്റ് മെമ്പറോ ബ്രോക്കറോ അതുപോലെ സെൽഫ് സർട്ടിഫൈഡ് സിൻഡിക്കേറ്റ് ബാങ്ക്സോ ഒരു ഇലക്ട്രോണിക് ബുക്കിലോട്ട് മാറ്റുന്നത്, വെച്ച് കമ്പ്യൂട്ടറിലോട്ടോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോട്ടോ ആപ്ലിക്കേഷൻസ് വന്നിരിക്കുന്നത് മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെ മാറ്റുന്നതിനെ ബിഡിംഗ് എന്ന് പറയുന്നു. അപ്പോൾ അവർ എത്രത്തോളം രൂപയ്ക്കാണോ ബിഡ് ചെയ്തേക്കുന്നത്, എത്ര രൂപയ്ക്കാണോ ഷെയർ ആപ്ലിക്കേഷൻ വെച്ചിരിക്കുന്നുള്ള ഡീറ്റെയിൽസും എത്ര ഷെയറിനുള്ള ആപ്ലിക്കേഷൻ എന്നുള്ള കാര്യമെല്ലാം ഇലക്ട്രോണിക് ഫോമാറ്റിലോട്ട് മാറ്റുന്നതിനെയാണ് ബിഡിംഗ് എന്ന് പറയുന്നത്. അടുത്ത 9th പറഞ്ഞിരിക്കുന്നത് ദ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ഓർ ബ്രോക്കേഴ്സ് ഇൻറ്റിമേറ്റ് ദ ബുക്ക് റണ്ണർ അബൌട്ട് ദ ഓർഡേഴ്സ് റിസീവ്ഡ് ബൈ ദം. ഓൺ റെസിപ്റ്റ് ഓഫ് ആൻ ഓഫർ ദ ബുക്ക് റണ്ണർ എൻറ്റേഴ്സ് എ നെയിം ആൻഡ് നമ്പർ ഓഫ് ഷെയർസ് ഓർഡേർഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദ പ്രൈസ് അറ്റ് വിച്ച് ദേ ആർ വില്ലിംഗ് ടു സബ്സ്ക്രൈബ്. ഇൻ ഫാക്ട് ഹി ബിൽഡപ്പ് എ ബുക്ക് ഓഫ് ഓർഡേഴ്സ് ഫ്രം ദ മെമ്പേഴ്സ് ഓഫ് സിൻഡിക്കേറ്റ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ബുക്ക് റണ്ണേഴ്സാണ്. അപ്പം ഈ ബുക്ക് റണ്ണേഴ്സിനേൽ എത്രത്തോളം ഷെയർ വന്നെന്നുള്ളതും എത്രത്തോളം പ്രൈസിനാണ് അവർ ബിഡ് ചെയ്തേക്കുന്നുള്ള കാര്യം സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് അറിയിക്കുന്നു. അപ്പം ഇങ്ങനെയൊരു ഓഫർ എല്ലാം കിട്ടിക്കഴിയുമ്പോഴത്തേനും ഈ ബുക്ക് റണ്ണർ ഓരോ ഇൻവെസ്റ്റേഴ്സിൻ്റെ നെയിമും അതുപോലെ അവർ എത്ര ഷെയറിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നുള്ള കാര്യവും എല്ലാം കൂടി ഒരു സോർട്ട് ചെയ്ത് വെക്കുന്നു. ഇനി 10th ഓൺ ദ ക്ലോസ് ഓഫ് ദി ബുക്ക് ബിൽഡിംഗ് പീരിയഡ് ദ ബുക്ക് റണ്ണേഴ്സ് ഇവാലുവേറ്റ് ദ ബിഡ്സ് ഓൺ ദ ബേസ് ഓഫ് ദി ഡിമാൻഡ് അറ്റ് വേരിയസ് പ്രൈസ് ലെവൽ. ഇങ്ങനെ ഒരു സോർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ക്ലോസ് ചെയ്യുന്ന സമയമാകുമ്പോൾ, അതായത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നുള്ള ഷെയർ ആപ്ലിക്കേഷൻസ് ക്ലോസ് ചെയ്യുന്ന സമയമാകുമ്പോൾ ബുക്ക് ബിൽഡിംഗ് പീരീഡ് ക്ലോസ് ചെയ്യുമ്പോഴത്തേനും എത്ര രൂപയ്ക്കാണോ ബിഡ് വെച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചൊരു ഇവാലുവേഷൻ നടത്തുകയും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഏത് പ്രൈസിനാണുള്ളത് ആ ഒരു പ്രൈസ് ലെവൽ നിശ്ചയിക്കുകയും ചെയ്യുന്നു. Then 11th പറഞ്ഞിരിക്കുന്നത് ദ ബുക്ക് റണ്ണേഴ്സ് ആൻഡ് ദ ഇഷ്യൂർ ഡിസൈഡ് ദ ഫൈനൽ പ്രൈസ് അറ്റ് വിച്ച് സെക്യൂരിറ്റീസ് ഷാൾ ബി ഇഷ്യൂഡ്. അപ്പം ബുക്ക് റണ്ണേഴ്സും അതുപോലെ കമ്പനിയും കൂടി ഒരുമിച്ച് ചേർന്ന് ഫൈനൽ പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഫൈനൽ പ്രോസ്പെക്ടസ് സ്റ്റേറ്റിംഗ് ദ പ്രൈസ് ആൻഡ് ദ നമ്പേഴ്സ് ഓഫ് സെക്യൂരിറ്റീസ് പ്രൊപ്പോസ് ടു ബി ഇഷ്യൂഡ് ഈസ് ഫയൽഡ് വിത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ഇതിന് ശേഷം ഫൈനൽ പ്രൈസും ഫിക്സ് ചെയ്തതിന് ശേഷം ഫൈനൽ പ്രോസ്പെക്ടസ് ഷെയർ പ്രൈസ് ഉൾപ്പെടെ അല്ലെങ്കിൽ എത്ര നമ്പർ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം, ഒരു ഷെയറിന് ഫൈനൽ പ്രൈസ് എത്ര എന്നുള്ള കാര്യം ഉൾപ്പെടെ ഒരു ഫൈനൽ പ്രോസ്പെക്ടസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ഇഷ്യൂവർ അല്ലെങ്കിൽ കമ്പനി ഫയൽ ചെയ്യുന്നു. അലൊക്കേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഈസ് മെയ്ഡ് ടു ബി ടു ദ സക്സസ്ഫുൾ ബിഡേഴ്സ്. ഓൾ ബിഡ്സ് ബിലോ ദ കട്ട് ഓഫ് പ്രൈസ് വിൽ ബി റിജക്റ്റഡ്. അപ്പം എത്ര രൂപയ്ക്കാണോ കട്ട് ഓഫ് പ്രൈസ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എത്ര രൂപയാണോ ഫൈനലൈസ് ചെയ്തിരിക്കുന്നത് ആ പ്രൈസോ അതിന് മേളിലോട്ടോ കോട്ട് ചെയ്തേക്കുന്നവർക്ക് ഷെയർ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. അപ്പം ഈ പറഞ്ഞേക്കുന്ന ഫൈനൽ പ്രൈസിന് താഴെ ബിഡ് ചെയ്തവരെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. The securities will be listed within the stipulated period with the designated stock exchange. അപ്പം ഈ സെക്യൂരിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുകയും ദെൻ അപ്ലൈ ചെയ്തിരിക്കുന്ന പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി ഈ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് അവസാനിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് വഴി ഫൈനൽ പ്രൈസ് സെറ്റ് ചെയ്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക. അതൊരു സീക്വൻസ് ഓർഡർ തന്നെ ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കേണ്ടത്
ഇൻ്റർമീഡിയറീസ് ഇൻ ദ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ ആരൊക്കെയാണ് ഇൻ്റർമീഡിയറീസ് എന്ന്. അടുത്ത ഇൻ്റർമീഡിയറീസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 7 ഇൻ്റർമീഡിയറീസ് ആണ് ഒരു ന്യൂ ഇഷ്യൂ മാർക്കറ്റിലുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മർച്ചൻ്റ് ബാങ്കേഴ്സ്, അണ്ടർറൈറ്റേഴ്സ്, രജിസ്ട്രാർ ആൻഡ് ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ്സ്, ബ്രോക്കേഴ്സ് ടു ദി ഇഷ്യൂ, ബാങ്കർ ടു ദി ഇഷ്യൂ, സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ആൻഡ് ഡിപ്പോസിറ്ററീസ്. 7 ഇൻ്റർമീഡിയറീസ് ഉൾക്കൊള്ളുന്നതാണ് ഒരു ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. മർച്ചൻ്റ് ബാങ്കർ അല്ലെങ്കിൽ മാനേജേഴ്സ് ടു ദി ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആരാന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന ഇൻ്റർമീഡിയറ്റ്സിനെല്ലാം അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇഷ്യൂയിങ് കമ്പനിയാണ്. ഇഷ്യൂറാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ന്യൂ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഓർഡർലി ഫോമാറ്റിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർമീഡിയറീസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതിലൊന്നാമത്തെ ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ മർച്ചൻ്റ് ബാങ്കേഴ്സ്. അവരാണ് മാനേജേഴ്സ് ടു ദ ഇഷ്യൂ എന്നും അറിയപ്പെടുന്നത്. മർച്ചൻ്റ് ബാങ്കർ മീൻസ് എനി പേഴ്സൺ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹു ഈസ് എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ഇഷ്യൂ മാനേജ്മെൻറ്റ് ഐദർ ബൈ മേക്കിംഗ് അറേഞ്ച്മെൻറ്റ് ഓർ സെല്ലിംഗ്, ബൈയിങ് ഓർ സബ്സ്ക്രൈബിംഗ് ടു സെക്യൂരിറ്റീസ് ആസ് മാനേജർ, കൺസൾട്ടൻറ്റ്, അഡ്വൈസർ ഓർ റെൻഡറിംഗ് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസ് റിലേഷൻ ടു സച്ച് ഇഷ്യൂ മാനേജ്മെൻറ്റ്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു ന്യൂ ഇഷ്യൂ മാർക്കറ്റിലെ ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രിലിമിനറി സ്റ്റെപ്സ് ചെയ്യാനായിട്ടാണ് മർച്ചൻ്റ് ബാങ്കർ. ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം. അപ്പം പുതിയ സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ബൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു മാനേജറായിട്ട്, കൺസൾട്ടൻ്റായിട്ടോ അഡ്വൈസറായിട്ടോ പ്രവർത്തിക്കുന്നതും, അതുപോലെ തന്നെ മറ്റു ലീഗൽ അഡ്വൈസ്മെൻറ്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ അഡ്വൈസ് സ്വീകരിക്കുന്നതിനായിട്ടുള്ള ഒരു അഡ്വൈസറി ബോർഡായിട്ടും മർച്ചൻ്റ് ബാങ്കർ പ്രവർത്തിക്കുന്നുണ്ട്. This is the most important intermediary in primary market. Management of public issue is the most important function of a merchant banker. അപ്പോൾ ഒരു പ്രൈമറി ഇഷ്യൂ മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റർമീഡിയറിയാണ് മർച്ചൻ്റ് ബാങ്കർ എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഷെയർ പബ്ലിക്കിൽ ഇഷ്യൂ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മർച്ചൻ്റ് ബാങ്കർ വഴിയാണ് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്, if the issue is through book building process, the lead merchant banker appointed by the issuing company is referred to book running. അപ്പം ഇങ്ങനെ പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇഷ്യൂ ചെയ്യുന്നതാണെങ്കിൽ, ഡയറക്റ്റ് ഇഷ്യൂ ചെയ്യുന്ന ഫിക്സഡ് പ്രൈസ് മെത്തേഡിലാണ് ഡയറക്റ്റ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള മർച്ചൻ്റ് ബാങ്കർ ലീഡ് മാനേജർ അല്ലെങ്കിൽ മാനേജേഴ്സ് ടു ദി ഇഷ്യൂ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് വഴിയാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതാണെങ്കിൽ അപ്പോൾ മർച്ചൻ്റ് ബാങ്കറെ ബുക്ക് റണ്ണിങ് ലീഡ് മാനേജർ അല്ലെങ്കിൽ ബുക്ക് റണ്ണർ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ രണ്ട് രീതിയിലും മർച്ചൻ്റ് ബാങ്കർ അറിയപ്പെടുന്നുണ്ട്. ലീഡ് മാനേജർ അല്ലെങ്കിൽ മാനേജേഴ്സ് ടു ദ ഇഷ്യൂ എന്നും ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലെ ബുക്ക് റണ്ണർ എന്നും അറിയപ്പെടുന്നു. ഇനി പറഞ്ഞിരിക്കുന്നത് മർച്ചൻ്റ് ബാങ്കറിൻ്റെ ഫങ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് നോക്കാം. പ്രീ ഇഷ്യൂ ഫങ്ഷനും പോസ്റ്റ് ഇഷ്യൂ മാനേജ്മെൻറ്റ് ഫങ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് മർച്ചൻ്റ് ബാങ്കർ ചെയ്യുന്ന ഫങ്ഷൻസും അതുപോലെ തന്നെ ഇഷ്യൂസിന് ശേഷം മർച്ചൻ്റ് ബാങ്കർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും. അപ്പോൾ ഇത് രണ്ടും നിങ്ങളൊന്ന് ഓർത്തിരുന്നോണം. നമുക്ക് ആദ്യം പ്രീ ഇഷ്യൂ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ഇഷ്യൂ വിത്ത് ഡിഫറെൻറ്റ് ഗവൺമെൻറ് ആൻഡ് പബ്ലിക് ബോഡീസ്, പ്രൊഫഷണൽസ് ആൻഡ് പ്രൈവറ്റ് ഏജൻസീസ്. അപ്പം ന്യൂ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റായിട്ടോ അല്ലെങ്കിൽ പബ്ലിക് ബോഡീസുമായിട്ടും പ്രൊഫഷണലുമായിട്ടും പ്രൈവറ്റ് ഏജൻസീസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എല്ലാ ആക്ടിവിറ്റീനെയും കോർഡിനേറ്റ് ചെയ്യുന്നത് മർച്ചൻ്റ് ബാങ്കറാണ്. ന്യൂ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റുമായിട്ട് എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ ആ ഫോർമാലിറ്റീസും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പബ്ലിക് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോർമാലിറ്റീസോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോർമാലിറ്റീസോ എല്ലാം ചെയ്യുന്നത് മർച്ചൻ്റ് ബാങ്കറാണ്. പിന്നെയുള്ളത് എൻഷുർ ദാറ്റ് ദി ഇൻഫർമേഷൻ റിക്വയർഡ് ബൈ കമ്പനീസ് ആക്ട് ആൻഡ് സെബി ഈസ് ഫർണിഷ്ഡ് ഇൻ ദ പ്രോസ്പെക്ടസ്. അപ്പോൾ സെബി പറഞ്ഞിരിക്കുന്ന പ്രകാരം അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള എല്ലാ ഇൻഫർമേഷനും ഫിനിഷ് ചെയ്തിട്ടുണ്ട് പ്രോസ്പെക്ടസ് എന്നുള്ള കാര്യം മർച്ചൻ്റ് ബാങ്കർ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് കംപ്ലയൻസ് ഓഫ് ഫോർമാലിറ്റീസ് ഫോർ ലിസ്റ്റിംഗ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് അതർ അപ്രൂവൽസ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സെബിയുടെ എന്തെങ്കിലും അപ്രൂവൽ ആവശ്യമാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അതെല്ലാം ഉറപ്പ് വരുത്തുക എന്നുള്ളത് മർച്ചൻ്റ് ബാങ്കറിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് വേരിയസ് ഇൻ്റർമീഡിയറ്റ്സ് ലൈക്ക് ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂ, അണ്ടർറൈറ്റേഴ്സ്, രജിസ്ട്രാർ ടു ഇഷ്യൂ എക്സെട്ര. അപ്പോൾ ബാക്കിയുള്ള ബോഡീസിനെ ഇൻ്റർമീഡിയറീസ് ബാങ്കറിനെയും അതുപോലെ അണ്ടർറൈറ്ററിനെയും രജിസ്ട്രാറിനെയൊക്കെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട രജിസ്ട്രാറിനെയൊക്കെയും അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതും മർച്ചൻ്റ് ബാങ്കറിൻ്റെ ഡ്യൂട്ടിയാണ്. ഫിഫ്ത്ത് വൺ, ഫൈനലൈസ് അറേഞ്ച്മെൻറ്റ് റിലേറ്റിംഗ് ടു ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഇഷ്യൂ, രജിസ്ട്രേഷൻ ഓഫ് പ്രോസ്പെക്ടസ്, ലോഞ്ചിങ് പബ്ലിസിറ്റി ക്യാമ്പയിൻ, ഫിക്സിംഗ് ഡേറ്റ് ഓഫ് ബോർഡ് മീറ്റിംഗ്, അപ്രൂവ് ആൻഡ് സൈൻ പ്രോസ്പെക്ടസ് ആൻഡ് പാസ് നെസറി റെസൊല്യൂഷൻ. അപ്പം ഇതൊന്നും കൂടാതെ തന്നെ കുറേ അധികം ഡ്യൂട്ടീസ് മർച്ചൻ്റ് ബാങ്കർ ചെയ്യുന്നുണ്ട്. അതായത്
ന്യൂ ഇഷ്യൂ നടത്തുമ്പോൾ അതെന്ന് ഓപ്പൺ ചെയ്യണം, അതെന്ന് ക്ലോസ് ചെയ്യണം, അതുപോലെ പ്രോസ്പെക്ടസ് രജിസ്റ്റർ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ഈ ഷെയറിനുള്ള പബ്ലിസിറ്റി കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ബോർഡ് മീറ്റിങ്ങിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു, അതുപോലെ റെസൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിന് അപ്രൂവ് മേടിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് മർച്ചൻ്റ് ബാങ്കർ ചെയ്യുന്നതായിട്ടുണ്ട്. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഹെൽപ്പ് ദ കമ്പനി ഇൻ ഫൈനലൈസിങ് ദ പ്രൈസ് ബാൻഡ്. പിന്നെ ഉള്ളത് പ്രൈസ് ബാൻഡ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ഷെയറിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതും മർച്ചൻ്റ് ബാങ്കറിൻ്റെ ഒരു ഹെൽപ്പോട് കൂടിയാണ്. ഇത്തരം കാര്യങ്ങളാണ് പ്രീ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് മർച്ചൻ്റ് ബാങ്കർ ചെയ്യുന്നത്. ഇനി അടുത്ത് പോസ്റ്റ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഷെയറിന് ആപ്ലിക്കേഷൻ ക്ഷണിച്ചതിന് ശേഷമുള്ള മർച്ചൻ്റ് ബാങ്കിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സൂപ്പർവൈസിങ് ദ കളക്ഷൻ ഓഫ് ഫിൽഡ് ഇൻ ആപ്ലിക്കേഷൻ ഫോംസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ഫ്രം ബാങ്ക്സ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഫോം കളക്ട് ചെയ്യുക, അതുപോലെ ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് കളക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മർച്ചൻ്റ് ബാങ്കറാണ് ചെയ്യുന്നത്. അതുപോലെ ആപ്ലിക്കേഷൻ സ്ക്രീൻ ചെയ്യുക, അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. പിന്നെ ഉള്ളത് ഓർഡേഴ്സ് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ അറിയിക്കുക, എമൗണ്ട് റീഫണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇഷ്യൂ പ്രൈസ് ഫൈനലൈസ് ചെയ്യുക. അതുപോലെ പറഞ്ഞിരിക്കുന്നത് സർട്ടിഫിക്കറ്റ്, സെബിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, സെബിയിലോട്ട് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫ് കമ്പനീസിനും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും അലോട്ട്മെൻറ്റിനെ സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുക. പിന്നെയുള്ള മാനേജ്മെൻറ്റ് ഓഫ് എസ്ക്രോ അക്കൗണ്ടൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. ASBA അക്കൗണ്ട്സൊക്കെ മാനേജ് ചെയ്യുക, എസ്ക്രോ അക്കൗണ്ട് അല്ലെങ്കിൽ ASBA അക്കൗണ്ട്സൊക്കെ മാനേജ് ചെയ്യുക. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർ ലിസ്റ്റ് ചെയ്യുക. എൻഷുറിങ് ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് അതർ ഇൻ്റർമീഡിയറീസ് അപ്പോയിൻറ്റ്. അപ്പോൾ ബാക്കിയുള്ള ഇൻ്റർമീഡിയറീസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന മർച്ചൻ്റ് ബാങ്കറാന്ന് പറഞ്ഞു. അവരുടെ ആക്ടിവിറ്റീസിനെ സൂപ്പർവൈസ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു കൂട്ടം പോസ്റ്റ് ഇഷ്യൂ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസും മർച്ചൻ്റ് ബാങ്കിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് ഓർമ്മയിലിരിക്കാൻ സാധിച്ചില്ലെങ്കിലും പ്രീ ഇഷ്യൂവും പോസ്റ്റ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു 5 പോയിൻറ്റ്സ് എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത രണ്ടാമത്തെ ഇൻ്റർമീഡിയറി എന്ന് പറയുന്നത് അണ്ടർറൈറ്റേഴ്സ് ടു ദ ഇഷ്യൂ. ഇപ്പോൾ അണ്ടർറൈറ്റർ ടു ദ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ട് പരിചയമുള്ള വേർഡാണ് അണ്ടർറൈറ്റർ. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് ആ കമ്പനി പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പം 90% ഷെയർ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു പബ്ലിക് ഇഷ്യൂ സക്സസ്ഫുൾ ആണെന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെ 90% അല്ലെങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ എത്രയാണോ അതിൻ്റെ അത്രത്തോളം ആൾക്കാർ പബ്ലിക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ ആ കമ്പനിക്ക് തുടർന്ന് ഫർദർ ഇഷ്യൂ നടത്താനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ എത്രയാണോ പറഞ്ഞിരിക്കുന്നത് ആ ഒരു മിനിമം സബ്സ്ക്രിപ്ഷനെങ്കിലും ഷെയർ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഇൻ കേസ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമ്പനിക്ക് പിന്നെ ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊരു റിസ്ക് വരുമ്പോൾ, ഇങ്ങനെ ഒരു മിനിമം അണ്ടർ സബ്സ്ക്രിപ്ഷൻ വരുവാണ്, നമ്മൾ കമ്പനി ഉദ്ദേശിച്ച അത്രത്തോളം ആൾക്കാർ ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു അണ്ടർ സബ്സ്ക്രിപ്ഷൻ വരുവാണ്. അങ്ങനെ വരുമ്പോഴത്തേനും കമ്പനിയുടെ ഷെയർ ഈ ഒരു സ്റ്റേജിലോട്ട്, അതായത് ഈ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്നൊരു സ്റ്റേജിലോട്ട് പോവാതെ സൂക്ഷിക്കാൻ, ആ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അണ്ടർറൈറ്ററിനെ നമ്മൾ ഒരു കമ്പനി സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അണ്ടർറൈറ്ററിനെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അണ്ടർ സബ്സ്ക്രിപ്ഷൻ വരുന്ന സാഹചര്യത്തിൽ പബ്ലിക് ഏറ്റെടുക്കാത്ത ഷെയർസിനെ ഏറ്റെടുത്തോളാം എന്നൊരു എഗ്രിമെൻ്റാണ് അണ്ടർറൈറ്റേഴ്സുമായിട്ട് വെക്കുന്നത്. അപ്പം ഇൻ കേസ് മിനിമം സബ്സ്ക്രിപ്ഷൻ എത്തിയിട്ടില്ല എങ്കിൽ, നമ്മൾ പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പം മിനിമം സബ്സ്ക്രിപ്ഷൻ എത്തിയിട്ടില്ല എങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ എത്താനായിട്ട് ആവശ്യമുള്ള ഷെയർസ്, അതായത് ബാക്കിയുള്ള ഷെയർസിനെ സബ്സ്ക്രൈബ് ചെയ്തോളാം എന്ന് ഒരു എഗ്രിമെൻ്റ് വെക്കുന്നു. അങ്ങനെയുള്ള ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ ഉറപ്പ് വരുത്താനായിട്ട് വെക്കുന്ന ഇൻ്റർമീഡിയറീസിനെയാണ് അണ്ടർറൈറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവർ ഒരു മിനിമം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്നൊരു കമ്മീഷനുണ്ട്. അതിനാണ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പം ഇൻ കേസ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തപ്പം 90% പബ്ലിക് തന്നെയാണ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ അണ്ടർറൈറ്റേഴ്സിന് അവിടെ റിസ്ക് വരുന്നില്ല. ഇനിയിപ്പം നമ്മൾ 90%-ൽ ഒരു 50% മാത്രമാണ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ, മിനിമം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ബാക്കിയുള്ള ഷെയർസ് അണ്ടർറൈറ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ
ചെയ്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടുള്ള ഇഷ്യൂ പ്രോസസ്സിങ് നടത്തത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മളെ ഈ ഒരു റിസ്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ ഉള്ള എത്തിയിട്ടില്ലെങ്കിൽ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്നൊരു റിസ്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അണ്ടർ റൈറ്റേഴ്സിനെ വിൽക്കുന്നത്. അപ്പോൾ ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ബ്രോക്കേഴ്സ് ടു ദ ഇഷ്യൂ. അപ്പം ഫസ്റ്റ് പറഞ്ഞിരുന്നത് എന്തായിരുന്നു? മർച്ചൻ്റ് ബാങ്കറാണ് ഒന്നാമത്തെ ഇൻ്റർമീഡിയറി എന്ന് പറയുന്നത്, രണ്ടാമത്തെയാണ് അണ്ടർ റൈറ്റർ എന്ന് പറയുന്നത്, മൂന്നാമത്തെ ബ്രോക്കേഴ്സ് ടു ദ ഇഷ്യൂ. ബ്രോക്കേഴ്സ് ടു ദ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സൺസ് ഹു ആർ ഓതറൈസ്ഡ് ടു മാർക്കറ്റ് ദ ഇഷ്യൂ. അപ്പോൾ ഷെയറിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന പേഴ്സൺസിനാണ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. കമ്പനീസ് ക്യാൻ എൻഗേജ് എനി നമ്പർ ഓഫ് ബ്രോക്കേഴ്സ് ടു മാർക്കറ്റ് ദ ന്യൂ ഇഷ്യൂ. ദ ബ്രോക്കേഴ്സ് മേ എൻഗേജ് സബ് ബ്രോക്കേഴ്സ് ആൻഡ് ദേ സെൻഡ് ദർ ഓൺ സർക്കുലേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ടു ദ ക്ലയൻറ്റ്സ് ആൻഡ് ഫോളോ അപ്പ് ദ വർക്ക് ഫോർ ക്യാൻവാസിങ് ദ സബ്സ്ക്രിപ്ഷൻ. അപ്പം ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുമ്പം പബ്ലിക്കിനെ ക്യാൻവാസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഷെയറിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കുന്ന ഇൻ്റർമീഡിയറ്റ്സ് ആണ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഷെയറിനെ പബ്ലിക്കിലോട്ട് എത്തിച്ചേരാനായിട്ട് അല്ലെങ്കിൽ പബ്ലിക്കിലോട്ട് സെയിൽ നടത്താനായിട്ട് അവരെ ക്യാൻവാസ് ചെയ്യുന്നവരാണ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റെമ്യൂണറേഷനും കാര്യങ്ങളൊക്കെ സെബിയാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ, ബ്രോക്കറിന് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, എത്രത്തോളം എക്സ്റ്റെൻറ്റിലാണ് ബ്രോക്കേഴ്സ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ സെബി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പബ്ലിക്കിനെ ക്യാൻവാസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഷെയറിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കുന്ന അല്ലെങ്കിൽ കമ്പനീസ് അപ്പോയിൻറ്റ് ചെയ്യുന്നവരെയാണ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് രജിസ്ട്രാർസ് ടു ദ ഇഷ്യൂ. രജിസ്ട്രാർ ആൻഡ് ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ്സ് എന്ന് പറയും. രജിസ്ട്രാർ ടു ദ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R&D ഏജൻറ്റ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ എ പബ്ലിക് ഇഷ്യൂ എലോങ് വിത്ത് ദ ലീഡ് മാനേജേഴ്സ്. രജിസ്ട്രാർ ആർ പേഴ്സൺസ് അപ്പോയിൻറ്റഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ലീഡ് മാനേജേഴ്സ് ടു അസസ് ദ ഇഷ്യൂ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. അപ്പം ഷെയർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ലീഡ് മാനേജറിൽ അല്ലെങ്കിൽ നമ്മുടെ മർച്ചൻ്റ് ബാങ്കറിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തന്നെ രജിസ്ട്രാർസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദർ വർക്ക് റിലേറ്റഡ് ടു പ്രീ ഇഷ്യൂ മാനേജ്മെൻറ്റ് ഡ്യൂറിങ് ദ കറൻസി ഓഫ് ഇഷ്യൂ, പ്രീ അലോട്ട്മെൻറ്റ് വർക്ക് ആൻഡ് പോസ്റ്റ് അലോട്ട്മെൻറ്റ് വർക്ക്. അപ്പോൾ ഇങ്ങനെ അവരുടെ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന മർച്ചൻ്റ് ബാങ്കറുടെ ഒപ്പം തന്നെയാണ് ഈ രജിസ്ട്രാറിൻ്റെ വർക്കേഴ്സും പോകുന്നത്. പ്രീ ഇഷ്യൂ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇഷ്യൂസ് ടൈമിലും അലോട്ട്മെൻറ്റ് ടൈമിലും ഒക്കെ രജിസ്ട്രാർ അല്ലെങ്കിൽ R&D ഏജൻസിന് ആവശ്യമാണ്. ഇറ്റ് ഈസ് ദർ ഡ്യൂട്ടി ടു കളക്ട് ദ ആപ്ലിക്കേഷൻ ഫോംസ് ഫ്രം ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂ, പ്രോസസ് ദം ഫോർ അലോട്ട്മെൻറ്റ് ആൻഡ് ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് അലോട്ട്മെൻറ്റ്. ഇപ്പം ബാങ്കർ ടു ദി ഇഷ്യൂ എന്ന് പറയുന്നുണ്ട്, നമ്മൾ വരുന്നുണ്ട്, അടുത്ത ഇൻ്റർമീഡിയറിയാണ്. അപ്പോൾ ബാങ്കിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ ഫോംസ്, ബാങ്കിൽ വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം കളക്ട് ചെയ്യുകയും അത് പ്രോസസ്സ് ചെയ്യുകയും അലോട്ട്മെൻറ്റ് ചെയ്യുന്നതും ഈ രജിസ്ട്രാർ ടു ദി ഇഷ്യൂ ആണ്. അപ്പോൾ മർച്ചൻ്റ് ബാങ്കർ ചെയ്യുന്ന എല്ലാ വർക്കിനെയും അസിസ്റ്റ് ചെയ്യുകയും അതുപോലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ആ ഇൻ്റർമീഡിയറ്റ്സിനാണ് രജിസ്ട്രാർസ് ടു ദി ഇഷ്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്പറായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്പർ വൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് രജിസ്ട്രാർസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസൈനിങ് ആൻഡ് ഡ്രാഫ്റ്റിംഗ് ദ ഫോമാറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം ഫോർ ദ മർച്ചൻ്റ് ബാങ്കർ ഓർ ലീഡ് മാനേജർ. അപ്പോൾ ലീഡ് മാനേജർക്ക് വേണ്ടിയോ മർച്ചൻ്റ് ബാങ്കർക്ക് വേണ്ടിയിട്ടോ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോമാറ്റ് ഡിസൈൻ ചെയ്യുന്നു. അതുപോലെ ആപ്ലിക്കേഷൻ ഫോം കളക്ട് ചെയ്യുന്നതിനുള്ള കളക്ഷൻ സെൻറ്റർ ഏതൊക്കെ ബാങ്കുകളാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതുപോലെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കളക്ഷൻ അക്കൗണ്ട്, ഷെയർ ആപ്ലിക്കേഷൻ വരുന്ന എമൗണ്ട് കളക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കുമായിട്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. അതുപോലെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ആപ്ലിക്കേഷൻ ഫോം കളക്ട് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ ഫോം സ്ക്രൂട്ടനൈസ് ചെയ്യുന്നു. അതുപോലെ മർച്ചൻ്റ് ബാങ്കർ അല്ലെങ്കിൽ ലീഡ് മാനേജർ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ എത്രയാണെന്നുള്ള കാര്യങ്ങളും അലോട്ട്മെൻറ്റ് രജിസ്റ്ററൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. അതുപോലെ പറഞ്ഞിരിക്കുന്നത് കോർപ്പറേറ്റ് ആക്ഷൻ ഫോർ ക്രെഡിറ്റിംഗ് ഓഫ് ഷെയർസ് ടു ദ ഡിമാറ്റ് അക്കൗണ്ട്സ് ഫോർ ദ ആപ്ലിക്കൻസ് ഇസ് ഡൺ. ഷെയർ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ട്സും അതുപോലെ അതിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട്സിൻ്റെ ആപ്ലിക്കൻസിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാം എൻഷുർ ചെയ്യുന്നു. അതുപോലെ പറഞ്ഞിരിക്കുന്ന റീഫണ്ട് ചെയ്യുന്നു. അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് റീഫണ്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലെറ്ററും അതുപോലെ അതിൻ്റെ ഓർഡേഴ്സും പ്രിൻറ്റ് ചെയ്യുന്നു. സബ്മിറ്റിംഗ് ഓൾ സ്റ്റേറ്റ്മെൻറ്റ് ടു ദ കമ്പനി ഫോർ ദർ ഫൈനൽ അപ്രൂവൽ. അപ്പോൾ ഷെയർ ഇഷ്യൂ എന്ന് ബന്ധപ്പെട്ടുള്ള ഫൈനൽ അപ്രൂവലിന് ആവശ്യമുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യുന്നു. മെമ്പേഴ്സിൻ്റെ രജിസ്റ്റർ പ്രിൻറ്റ് ചെയ്യുന്നു. ഹെൽപ്പിംഗ് ദ കമ്പനി ഇൻ ഗെറ്റിംഗ് ദ ഷെയർസ് ലിസ്റ്റഡ്. അപ്പോൾ ലിസ്റ്റ് ചെയ്തേക്കുന്ന ഷെയറിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പനീനെ അറിയിക്കുന്നു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും രജിസ്ട്രാർസാണ് ചെയ്യുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നവരാണ് രജിസ്ട്രാർസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വന്നിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാ എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചോണം. ഏതൊക്കെയാണ് R&D ഏജൻസിൻ്റെ എക്സാമ്പിൾ, അതുപോലെ ബ്രോക്കേഴ്സിൻ്റെ എക്സാമ്പിൾ, അണ്ടർറൈറ്റേഴ്സിൻ്റെ എക്സാമ്പിൾ, എല്ലാത്തിൻ്റെ എക്സാമ്പിളും കൂടി ഉൾപ്പെടെയാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എല്ലാം വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനുള്ളൂ, നിങ്ങൾ എല്ലാത്തിൻ്റെ ഓരോ പേരെങ്കിലും ഓർത്തിരുന്നോണം.
അടുത്തത് ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂ. ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷെയർ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഷെയർ ആപ്ലിക്കേഷൻ മണി സ്വീകരിക്കാനായിട്ടും അല്ലെങ്കിൽ ഈ ഷെയർ ആപ്ലിക്കേഷൻ എമൗണ്ട് പ്രോസസ്സ് ചെയ്യാനായിട്ടും കമ്പനി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബാങ്ക് ഉണ്ടായിരിക്കും, ഒരു ലീഡ് ബാങ്ക് ഉണ്ടായിരിക്കും. അവരെയാണ് ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂ എന്ന് പറയുന്നത്. ബാങ്കേഴ്സ് ടു ഇഷ്യൂ കളക്ട് ദ ആപ്ലിക്കേഷൻ ഫോംസ് ആൻഡ് ദ മണി ഇൻ ക്യാഷ്, ചെക്ക് ഓർ SB. അപ്പം ഷെയർ ആപ്ലിക്കേഷൻ ഫോമും അതിൻ്റെ ഒപ്പം തന്നെ ഷെയർ ആപ്ലിക്കേഷൻ മണിയോ ചെക്കോ എന്താണെന്ന് വെച്ചാൽ ആ ഇൻവെസ്റ്റർ ചെയ്യുന്നത് എന്താണോ അതും കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ബാങ്കർ ടു ദി ഇഷ്യൂവിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കർ ടു ദി ഇഷ്യൂ, ലീഡ് ബാങ്കറായിട്ട് കമ്പനി ഒരു ബാങ്കിനെ സെലക്ട് ചെയ്തിരിക്കും. അവരായിരിക്കും മെയിനായിട്ട് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൂടാതെ ഇപ്പോൾ വലിയ ലാർജ് കമ്പനീസിനെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ബാങ്കർ ആയിരിക്കത്തില്ല, ഒരു ലീഡ് ബാങ്കറും അവർ അപ്പോയിൻ്റ് ചെയ്യുന്ന കുറച്ച് സബ് ബാങ്കേഴ്സും ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു ബാങ്കർ ടു ദി ഇഷ്യൂവിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യുക, അതുപോലെ റീഫണ്ട് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് രജിസ്ട്രാറിൻ്റെ നിർദ്ദേശാനുസരണം റീഫണ്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂവിൻ്റെ ഒരു ഫങ്ഷനായിട്ട് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ബാങ്കറിനെ ചൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് ഓരോ ബാങ്കിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും അവിടെയുള്ള എംപ്ലോയീസും അവരുടെ എക്സ്പീരിയൻസും അതുപോലെ ലൊക്കേഷൻ, ഓരോ ബ്രാഞ്ചസ് എവിടേക്കാണുള്ളത്. ഇപ്പോൾ മെയിൻ ബാങ്ക് ഫിക്സ് ചെയ്തെങ്കിലും അതിൻ്റെ ബ്രാഞ്ചസ് എവിടെയൊക്കെയുണ്ട് അല്ലെങ്കിൽ ലൊക്കേഷൻ എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ എഫിഷ്യൻസിയൊക്കെ നോക്കിയിട്ടായിരിക്കും ഒരു ഫൈനൽ ബാങ്കറിനെ കമ്പനി ചൂസ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ബാങ്കർ ടു ദി ഇഷ്യൂ വിൽ ട്രാൻസ്ഫർ ഓൾ ദ ആപ്ലിക്കേഷൻ റിസീവ് ടു ദ രജിസ്ട്രാർ ടു ദ ഇഷ്യൂ ഓൺ ദ ക്ലോഷർ ഓഫ് ഇഷ്യൂ സബ്സ്ക്രിപ്ഷൻ. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമും ആപ്ലിക്കേഷൻ മണിയും സ്വീകരിക്കുക അല്ലെങ്കിൽ കളക്ട് ചെയ്യുക എന്നൊപ്പം തന്നെ ഈ ഒരു ഷെയർ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യേണ്ട സമയമാകുമ്പം ഈ വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ മണിയും അതുപോലെ ആപ്ലിക്കേഷൻ ഫോംസും രജിസ്ട്രാർ ടു ദി ഇഷ്യൂവിന് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതും ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂവിൻ്റെ മെയിൻ ഫങ്ഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷെയർ ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ് മണിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഫിക്സ് ചെയ്യുന്ന ബാങ്കർ ആരാണോ അവരെയാണ് ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂ എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത് വന്നിരിക്കുന്നത് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ്. അപ്പോൾ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എന്താണെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ബുക്ക് ബിൽറ്റ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നവരാണ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ലീഡ് മാനേജ് അല്ലെങ്കിൽ മർച്ചൻ്റ് ബാങ്കർ ആരാണോ ആ മർച്ചൻ്റ് ബാങ്കറാണ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ചില സമയം അണ്ടർറൈറ്റേഴ്സായിട്ടും അതുപോലെ തന്നെ ബുക്ക് ബിൽഡ് ഇഷ്യൂ നടത്തുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടും സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ബുക്ക് റണ്ണിങ് ലീഡ് മാനേജേഴ്സ് ടു ദ ഇഷ്യൂ അപ്പോയിൻറ്റ് ദ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ്. അപ്പം ബുക്ക് ബിൽഡ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ബുക്ക് റണ്ണേഴ്സ് ആരാണോ അവരാണ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെ ചൂസ് ചെയ്യുന്നത്. ഹു എൻ്റർ ദ ബിഡ്സ് ഓഫ് ഇൻവെസ്റ്റ് ഇൻ ദ ബുക്ക് ബിൽഡിംഗ് സിസ്റ്റം. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ബുക്ക് ബിൽഡിംഗ് സിസ്റ്റത്തിൽ ബിഡുകൾ സ്വീകരിക്കുന്നു. ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നതിൽ ഓരോ ഇൻവെസ്റ്റേഴ്സും എത്ര ബിഡാണോ പറഞ്ഞിരിക്കുന്നത് ആ ബിഡുകൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ വരുമ്പോൾ അണ്ടർറൈറ്റേഴ്സായിട്ടും സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് വർക്ക് ആസ് ഇൻ്റർമീഡിയറ്റ്സ് ഫോർ ഇഷ്യൂവർ ആൻഡ് ദ ബയേഴ്സ് ഓഫ് ദി IPO സ്റ്റോക്ക്. അപ്പോൾ ഒരേ സമയം തന്നെ ഇഷ്യൂറായിട്ടും അതുപോലെ തന്നെ IPO സ്റ്റോക്ക് അണ്ടർറൈറ്റ് ചെയ്യുമ്പോഴത്തേനും ബയേഴ്സായിട്ടും സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സ് സബ്മിറ്റ് ദർ ബിഡ്സ് ഫോർ IPO ഷെയർസ് ത്രൂ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് അപ്പോയിൻറ്റ് ബൈ ദി ഇഷ്യൂർ. അപ്പോൾ ബിഡ്സ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിൽ ബിഡ്സ് കൊടുക്കുന്നത് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് വഴിയായിരിക്കും, അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് ബാങ്കേഴ്സ് വഴിയായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ വഴി മാത്രമാണ് ഇഷ്യൂ കമ്പനിയിലോട്ട് ബിഡ്സ് സ്വീകരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അടുത്ത ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡിപ്പോസിറ്ററിനെ കുറിച്ച് നിങ്ങൾ 3rd മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ വിച്ച് ഹോൾഡ് സെക്യൂരിറ്റീസ് of investors in electronic form at the request of the investors through a registered depository participant. അപ്പം ഇൻവെസ്റ്റേഴ്സിൻ്റെ ഷെയർസും ഡിബഞ്ചേഴ്സും ബോൺസും അതുപോലെയുള്ള മ്യൂച്വൽ ഫണ്ട്സും ഒക്കെ ഇലക്ട്രോണിക് ഫോമാറ്റിലാക്കി സൂക്ഷിക്കുന്നവരെയാണ് ഡിപ്പോസിറ്ററീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് സർവീസസ് റിലേറ്റഡ് ടു ട്രാൻസാക്ഷൻ സെക്യൂരിറ്റീസ്. അപ്പോൾ സെക്യൂരിറ്റീസായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും
സർവീസും പ്രൊവൈഡ് ചെയ്യുന്നതും ഡെപ്പോസിറ്ററീസാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, ഓൾറെഡി ഞങ്ങൾ പഠിച്ചിരിക്കുന്നതൊന്ന് നിങ്ങളൊന്നും കൂടി ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയാണ് ഈ 7 ഇൻ്റർമീഡിയറീസാണ് ഒരു ന്യൂ ഇഷ്യൂ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. മർച്ചൻ്റ് ബാങ്കർ, അതുപോലെ തന്നെ അണ്ടർറൈറ്റേഴ്സ്, പിന്നെ ഉള്ളത് ബ്രോക്കേഴ്സ് ടു ദി ഇഷ്യൂ, ഡെസ്റ്റാസ് ടു ദി ഇഷ്യൂ, പിന്നെയുള്ള ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂ, സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ആൻഡ് ഡിപ്പോസിറ്ററീസ്. അപ്പം എൻ്റെ ഓരോന്നിൻ്റെയും മീനിങ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർമീഡിയറ്റ്സ് ആരൊക്കെയാണെന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഇന്ന് നമുക്കൊരു ചെറിയ പോർഷൻ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾ നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പോർഷനും കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.